ഇത് നൈറ്റി ബിറ്റാണ് കേട്ടോ. ഇത് വെച്ച് നമുക്കൊരു ഫ്രോക്ക് നൈറ്റി എല്ലാം തയ്ക്കാം. ഫ്രോക്ക് നൈറ്റിക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ അളവിലാണ് എടുക്കുന്നത്. എനിക്കൊരു ഷോൾഡർ കംപ്ലീറ്റ് 8 ഇഞ്ചാണ് വരുന്നത്. 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. താഴത്തോട്ട് ഒരു 7 ഇഞ്ച് കൊടുക്കുക. ഈ 7 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ട് 3.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യണം. പിന്നെ ഇത് ഇപ്പം XXL ആർക്ക് ഇടാൻ പറ്റും. 12 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ്. അത് ഇതുമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ 12 ഇഞ്ചിൻ്റെ ഇങ്ങോട്ട് 4 ഇഞ്ചുണ്ട്. ഇതിൻ്റെ പകുതി 2.5 ഇഞ്ച് അതിങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഇറക്കി ഇങ്ങോട്ട്. ഈ ബോഡി ഷേപ്പ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ, എന്നാലും ജസ്റ്റ് ബിഗിനേഴ്സ് ഉള്ളവർക്ക് ആ ടൈമിൽ പഠിക്കാൻ. അതിന് ഷോൾഡറിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ച്. നമ്മുടെ ഷേപ്പാണ് ഇവിടെ കറക്റ്റ് വരുന്നത്, 13 ഇഞ്ച്. പിന്നെ ഷേപ്പിൻ്റെ വീതി ഇവിടെ ചെസ്റ്റ് 12 ആണെങ്കിൽ തയ്യൽത്തുമ്പോൾ കൂടെ കൂട്ടിയാണ് 12 എടുക്കുക. അപ്പോൾ 36 ഇഞ്ച് ചെസ്റ്റ് ഉള്ളവർക്ക് അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടെ കൂട്ടിയാണ് 12 എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ച്. അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ അത് 15 ഇഞ്ചാവും. ഏകദേശം ഹൈറ്റ് 5 കുറഞ്ഞവർക്കൊക്കെ 13 ഇഞ്ച് മതിയാവും. ഇനി നമ്മുടെ ഷേപ്പ് എടുക്കുമ്പോൾ ഇപ്പം 33 ഷേപ്പ് ബോഡി റൗണ്ട് ഷേപ്പ് വരുന്നത്. 33 ആണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് ഞാൻ അങ്ങനെയാണ് അളവെടുക്കുന്നത്. അത് 2 ഇഞ്ചും കൂടെ ചേർത്ത് 10 ഇഞ്ച്. ഇവിടെ 12 ആണെങ്കിൽ ഇവിടെ 10 ഇഞ്ച് എടുക്കുക. മെഷർമെൻറ്റ് കറക്റ്റ് ആവും നമുക്ക്. ഈ നമ്മുടെ ഈ കൈക്കുഴിയും താഴോട്ട് നമ്മുടെ ബട്ടക്സിൻ്റെ വേസ്റ്റ് വെക്കില്ലേ, അവിടെ ഒരു ലെങ്ത്ത് 13 വരുന്നത്. ആ 13 എടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് താഴോട്ട് നമ്മളിവിടെ ചെസ്റ്റ് 12 മാർക്ക് ചെയ്ത് ആ 12 ഇഞ്ചിൻ്റെ താഴോട്ട് ഒരു 1/2 ഇഞ്ചും കൂടി. ചിലപ്പോൾ ബട്ടക്സിൻ്റെ ഭാഗത്ത് ഇച്ചിരി വീതി വളർന്നവർക്കുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ 1/2 ഇഞ്ചും കൂടി ചേർത്ത് 12.5 ഇഞ്ച്. എന്നിട്ട് ഈ 10 ഇഞ്ചും 12 കൂടി ജോയിൻറ്റ് ചെയ്യും. ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാനിതിൻ്റെ ഫ്രോക്ക് നൈറ്റി ആയതുകൊണ്ട് കംപ്ലീറ്റ് വേണ്ട. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫുള്ളൊരു 45 മതിയാവും. 45 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് നമ്മളത് മാറ്റി നമ്മൾ ഈ 12 ഇങ്ങനെ താഴത്തോട്ട് ചേർത്ത് ഈ ഇത്രയാണ് കട്ടിങ് വരുന്നത്. ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഷേപ്പ് വരച്ചില്ലേ കൈക്കുഴി, ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക. ഈ കൈയുടെ കൈക്കെടുക്കുന്ന പീസ് നമ്മളിവിടെ നിന്നാണ് എടുക്കുന്നത്. കൈയുടെ ഇങ്ങോട്ട് കാണിച്ചു തരാം. കൈയുടെ നമ്മുടെ ലെങ്ത്ത് ഇപ്പോൾ നമുക്കിതിപ്പോൾ 8 9 ഉണ്ട്. നമുക്ക് 8 ഇഞ്ച് ലെങ്ത്ത് മതി. ചെസ്റ്റ് അതിൻ്റെ വണ്ണം വരുന്നത് 9. നമുക്കിതിങ്ങനെ വളച്ച് ഇങ്ങനെ എന്നിട്ട് പിന്നെ കൈയുടെ വണ്ണം ഇങ്ങനെ വെട്ടിയെടുക്കുക. എന്നിട്ട് കൈയുടെ വണ്ണം മാർക്ക് ചെയ്തിട്ട് കഴുത്താണ് വേണ്ടത്. കഴുത്തിൻ്റെ നമുക്കിപ്പോൾ 8 ഇഞ്ചാണല്ലേ ഷോൾഡർ 8 ഇഞ്ചാകുമ്പം നമുക്ക് 4.5 ഇഞ്ച് ഷോൾഡർ ഇങ്ങോട്ട് എടുക്കാം. 4 ഇഞ്ച് ഷോൾഡറും 1/2 ഇഞ്ച് തയ്യലും 4.5 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എപ്പോഴും എടുക്കുക. അല്ലാതെ നമ്മൾ കഴുത്തിൻ്റെ വീതി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് ബാലൻസ് പോയിട്ട് 3.5 ഇഞ്ച് ഉണ്ടാവും.
ഒരു 5-6 ഇഞ്ചാണ് കഴുത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. മാർക്ക് ചെയ്യുക. ബാക്കിൽ നമുക്കൊരു 3.5 ഇഞ്ച്. കറുവാക്കുക. ഇവിടെ നിന്നും കട്ട് ചെയ്യണം, ഇവിടെ നിന്നും കട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ ടാറ്റാ. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ബൈ.